ലഭിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ നടപടി സ്വാഗതം ചെയ്ത് മുനമ്പം ഭൂസംരക്ഷണ സമരസമിതി. ജുഡീഷ്യൽ കമ്മീഷനുമായി പൂർണ്ണ രീതിയിൽ സഹകരിക്കും. കമ്മീഷൻ പരിഗണിക്കുന്ന വിഷയങ്ങൾ വളരെ കൃത്യമാണ്. നടപടികൾ 3 മാസത്തിനകം തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നുവെന്നും സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി പറഞ്ഞു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ദേവൻ എം പിയാണ് ചേരുന്നത്. ദേവൻ, ആദ്യഘട്ടത്തിൽ ഈ കമ്മീഷനെ നിയമിക്കുമ്പോൾ പ്രതിഷേധമാണ് ഉയർത്തിയത്. ഇപ്പോൾ സമരസമിതി അത് സ്വാഗതം ചെയ്യുകയാണ്. എന്താണ് ഇപ്പോൾ ഉണ്ടായ ഈ മാറ്റം? വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, മുനമ്പത്തെ ഭൂമി തർക്കത്തിന്മേൽ വഖഫ് ബോർഡുമായിട്ടുള്ള ഭൂമി തർക്കത്തിന്മേൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ ഇപ്പോൾ നിയമിച്ചിരിക്കുകയാണ്. ഈ ഒരു സർക്കാർ തീരുമാനത്തിൽ ഇപ്പോൾ മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതി ആ ഒരു തീരുമാനത്തെ പൂർണ്ണ അർത്ഥത്തിൽ സ്വാഗതം ചെയ്തിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്ന കാര്യമെല്ലാം മുഖ്യമന്ത്രിയുമായി എടുത്ത ചർച്ചയിൽ ആദ്യഘട്ടത്തിൽ ഒരു തീരുമാനമുണ്ടായെങ്കിലും ആ ഒരു അറിയിപ്പ് വന്ന ദിവസം ഈ സമരസമിതി ആദ്യഘട്ടത്തിൽ ഒരു എതിർപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു കമ്മീഷൻ ഈ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായി കൂടുതൽ കാലതാമസം എടുക്കുമെന്നുള്ളൊരു ആശങ്കയെല്ലാം ഉയർത്തിക്കൊണ്ട് തന്നെ ആ ഒരു കാര്യം ഉയർത്തിക്കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഒരു എതിർപ്പ് അറിയിച്ചിരുന്നെങ്കിൽ കൂടിയും വരും ദിവസങ്ങളിൽ തന്നെ അതിന്റെ പിറ്റേ മുതൽ അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ സമരസമിതി ജുഡീഷ്യൽ കമ്മീഷനുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഒരു തീരുമാനം എടുത്തിരുന്നു. അതിനു മുൻപായി മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഒരു ചർച്ച നടത്തണമെന്നൊരു ആവശ്യമാണ് സമരസമിതി വെച്ചത്. ഈ പ്രകാരം മുഖ്യമന്ത്രിയുമായി ഒരു ഓൺലൈൻ ചർച്ച ഈ സമരസമിതി നടത്തുകയുണ്ടായി. ഏതായാലും ഇന്നിപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് സർക്കാർ ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള ആർ രാമചന്ദ്രനെ ആണ് ഇപ്പോൾ ഈ ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ജുഡീഷ്യൽ കമ്മീഷനെ പൂർണ്ണാർത്ഥത്തിൽ സമരസമിതി സ്വാഗതം ചെയ്യുന്നു. കമ്മീഷന് മുൻപാകെ വന്നിരിക്കുന്ന കമ്മീഷൻ പരിഗണിക്കുന്ന വിഷയങ്ങൾ കൃത്യമാണെന്നുള്ള ആ ഒരു കാര്യം കൂടി സമരസമിതി മുന്നോട്ട് വെക്കുന്നു. തങ്ങൾ ഏറെ നാളായി ആവശ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു കാര്യം ഇപ്പോൾ സർക്കാർ ഗൗരവത്തിലെടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യം കൃത്യമായി സർക്കാർ കേട്ടിരിക്കുന്നു. പരിഗണിക്കുന്ന വിഷയങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള വിഷയങ്ങൾ തന്നെയാണ് പരിഗണിക്കുന്നത് എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം, ആശ്വാസകരമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ സമരസമിതി അതിനെ എടുത്തിരിക്കുന്നത്. അക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പഴയ തിരുവിതാംകൂറിലെ സംസ്ഥാനത്തിലെ അന്നത്തെ വടക്കേക്കര വില്ലേജിന്റെ പഴയ സർവേ നമ്പറായിട്ടുള്ള 18-1 വരുന്ന ആ ഒരു വസ്തുവിന്റെ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി, അതിന്റെ വ്യാപ്തി, ഇത്തരം കാര്യങ്ങളാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ പരിഗണിക്കുന്നത്. ഇത് തന്നെയായിരുന്നു ഈ മുൻപത്തെ അവിടുത്തെ നിവാസികളായിട്ടുള്ള ആൾക്കാർ വളരെ നാളുകളായി സർക്കാരിന് മുന്നിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യവും. കാരണം ഈ മുൻപ് ഈ വിഷയം പഠിച്ച കമ്മീഷനുകൾ അല്ലെങ്കിൽ ഈ വഖഫ് ബോർഡ് അവകാശവാദമെല്ലാം ഉന്നയിച്ചപ്പോഴെല്ലാം പരിഗണിച്ചപ്പോഴെല്ലാം തന്നെ 1950 ശേഷമുള്ള ഈ ഒരു കാര്യങ്ങളാണ് അല്ലെങ്കിൽ അന്നത്തെ ഭൂമിയുടെ സ്ഥിതി മാത്രമാണ് പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കമ്മീഷന് മുൻപാകെ വന്നിരിക്കുന്ന കാര്യത്തിൽ ഈ പഴയ തിരുവിതാംകൂർ ജില്ലയിലെ തൊട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അതിന്റെ സർവേ രേഖകൾ പ്രകാരമുള്ള ഒരു നടപടികളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഈ കമ്മീഷന് മുൻപാകെ വന്നിരിക്കുന്നത്. അത് പൂർണ്ണമായും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ സമരസമിതി കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനുമായി സഹകരിക്കാൻ ഇപ്പോൾ സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള എല്ലാ പിന്തുണയും സമരസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അറിയിക്കുന്നുണ്ട്. എത്രയും വേഗം തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് തന്നെയാണ് സമരസമിതി ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഈ ഒരു കമ്മീഷനുമായി സഹകരിക്കും. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കമ്മീഷനെ നിയമിച്ചു എങ്കിൽ കൂടിയും ഇപ്പോൾ തുടരുന്ന സമരം അവസാനിപ്പിക്കാൻ ഇപ്പോൾ സമരസമിതി ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. മുനമ്പത്ത് ഇപ്പോൾ അവർ തുടരുന്ന ഈ 50 ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ സമരം. ആ ഒരു സമരം ഇപ്പോൾ തൽക്കാലം നിർത്തുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സമരസമിതി അറിയിച്ചിരിക്കുന്നത്. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാനായി 3 മാസത്തെ സമയമാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഈ 3 മാസത്തിനകം ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ഇപ്പോൾ തുടരുന്ന സമരം അവസാനിപ്പിക്കുക. അതുവരെ മറ്റ് സമരങ്ങൾ, പ്രത്യക്ഷ സമരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതി മുമ്പ് ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം സമരങ്ങളിലേക്കൊന്നും തൽക്കാലം കടക്കുന്നില്ല. പകരം ഇപ്പോൾ തുടരുന്ന സമരം, നിലവിലെ സമരം അതേ ഗതിയിൽ തന്നെ തുടരാൻ തന്നെയാണ് ഇപ്പോൾ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ജുഡീഷ്യൽ കമ്മീഷനുമായിട്ട് പൂർണ്ണ രീതിയിൽ സഹകരിച്ചുകൊണ്ട് മുനമ്പത്തെ ഈ ഭൂമി തർക്കത്തിൽ എത്രയും വേഗം ഒരു പരിഹാരം കണ്ടെത്താൻ തന്നെയാണ് ഇപ്പോൾ ഈ സമരസമിതിയുടെയും ഇപ്പോൾ തീരുമാനം. ശരി ദേവൻ, എന്തായാലും ഇപ്പോൾ സമരസമിതി ഈ തീരുമാനം സ്വാഗതം ചെയ്തുകൊണ്ടുള്ള കൺവീനർ ജോസഫ് ബെന്നിയുടെ പ്രതികരണമുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. രാമചന്ദ്രൻ ജുഡീഷ്യൽ കമ്മീഷൻ അത് വ്യക്തമായ ഒരു ധാരണ കൊടുക്കും. അത് 3 മാസത്തിനുള്ളിൽ തന്നെ കൊടുക്കാൻ സാധിക്കും. അപ്പൊ അത് സ്വാധാരണമാണ്. ഞങ്ങൾ മീറ്റിംഗ് ചേർന്നിരുന്നു. ഏറ്റവും സ്വീകാര്യമായതാണ് എടുത്തിരിക്കുന്നത്. ദിവസം തന്നെ ഞങ്ങൾ അവരുമായിട്ട് സഹകരിച്ച് വേഗം ഉള്ള കാര്യങ്ങൾ, ഞങ്ങളുടെ സഹകരണം കൂടുതലായിട്ടുണ്ടാവും, ഇൻവോൾവ്മെന്റ്.